ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലാണിട്ടുള്ളത്, നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലും കാറ്റും ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്ട് ആൾക്ക് ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഐബോനും എനിക്ക് എടുക്കണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ബേബി ഇല്ല, ഞാനും സിസ്റ്ററും ഉമ്മയും കൂടിയായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐബോനായിട്ട് നോക്കുന്നത്. കുട്ടികളാണല്ലോ ഫസ്റ്റ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറേ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട്. ടീഷർട്ട് പാൻറ്റോ ആണ് ഫസ്റ്റ് നോക്കുന്നത്. പിന്നെ ട്രൗസർ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മളിലുള്ള ഡ്രസ്സ് തന്നെയാണ് കൂടുതലും കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറി, പിന്നെ വേറൊരു ഷോപ്പിലേക്ക് പോയി. അതൊക്കെ ആവാണ്ട് വേറെ ഷോപ്പിൽ പോയപ്പോൾ ഷർട്ടാണ് കണ്ടത്. അപ്പം നമ്മൾ ഷർട്ട് കുറേ നോക്കി, അവന് ഡ്രസ്സ് ചെയ്ത് നോക്കി ചെയ്ത് ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ഷോപ്പിലും കളക്ഷൻസ് നല്ല ഉണ്ട്. പക്ഷെ നമുക്ക് ഏതാ ചേരുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ വേറെ ചെയ്ത് നോക്കണം. അപ്പം ഇബുന് ഈ ഷർട്ട് ഓക്കെ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് വേറെ ചെയ്ത് കൊടുത്തു. ആളാണെങ്കിൽ തയ്ക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. മോനാണെങ്കിൽ ആ ഷർട്ട് തന്നെ വേണമെന്നിട്ട് ഒരു വാശിയിലാണ്. അപ്പം നമ്മളതിനുള്ള പാൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പാൻറ്റ് നോക്കുമ്പോൾ ഒന്നും കളർ സൂട്ടാവുന്നില്ലാത്തൊരു പാൻറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് വേറെ ഷോപ്പിൽ ഇനി പാൻറ്റ് നോക്കി പോയിട്ട് പിന്നെ ഷർട്ട് മാച്ചാവാണ്ടിരിക്കുന്നതൊക്കെ നല്ലതല്ലേ, ഒരു സ്ഥലത്ത് തന്നെ എടുക്കുന്നതെന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഷർട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. നല്ല റഷായിരുന്നു, പിന്നെ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഷർട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചാൽ അവനെ അവിടെ മാറ്റി വയ്ക്കുക, പിന്നെ എനിക്കുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നമ്മളെ ലേഡീസിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടോ. അപ്പോൾ എന്തെടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്താണോ ഇഷ്ടപ്പെടുന്നത് അതെടുക്കാനുള്ളൊരു ഇതിലാണ് പോയത്. അപ്പോൾ നമ്മളങ്ങനെ നോക്കാം കേട്ടോ. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഓക്കെ ആവുന്നത്, എനിക്ക് ഓക്കെ ആവുന്ന സിസ്റ്ററിന് ഓക്കെ ആവില്ല, സിസ്റ്ററിന് ഓക്കെ ആവുന്നത് എനിക്ക് ഓക്കെ ആവില്ല. അങ്ങനെ ഉള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറേയൊക്കെ എടുത്ത് വലിച്ചു വാരി ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും അങ്ങനെ മനസ്സിന് പിടിക്കുന്നില്ല. എനിക്കിപ്പോഴും അതിൻ്റെ ഇഷ്ടമുള്ളൊരിതാണ്, ഒന്നും മനസ്സിന് പിടിക്കില്ല ഒന്നും. പക്ഷെ ഒരാൾ സെലക്ട് ചെയ്ത് തരുമ്പോൾ എന്നാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ബേബി സെലക്ട് ചെയ്ത് തരുമ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടം. ഞാനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമാവാറില്ല. അപ്പം നമ്മളവിടെ ഇങ്ങനെ ഡ്രസ്സ് നോക്കുമ്പോഴേക്കും അമ്മ ഇബുനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ആൾ ഭയങ്കര അലമ്പായിരുന്നു. അവന് ഞാൻ എടുക്കണം എന്നിട്ട് ഒരേ വാശിയിൽ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈമായി നമ്മളിങ്ങോട്ട് കയറിയിട്ട്. അപ്പോൾ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉമ്മ അവനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഡ്രസ്സ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ കളക്ഷൻസും ഉണ്ട്. റേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ തന്നെയായിരുന്നു. റഷും ആണ് അത്യാവശ്യം. എല്ലാ ഷോപ്പിലും ആളുകളുണ്ട് കേട്ടോ. പക്ഷെ പുറത്ത് നമുക്ക് അധികം ആളുകൾ കാണുന്നില്ല വന്ന പാടെ. പക്ഷെ എല്ലാ ഷോപ്പിനകത്ത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായിട്ട് നമ്മൾ ചന്തപ്പടിക്കാണ് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത്. വീട്ടിലൊരു ചെറിയ വിശേഷമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വന്നതാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഏതായാലും വന്നതല്ലേ, എന്നാൽ അവരെ കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും വന്നതാട്ടോ. പണ്ട് ഞാൻ ചെറുതാവുന്ന ടൈമിലൊക്കെ നമ്മൾ ചന്തപ്പടിയിലൊക്കെ വരുന്ന ടൈമിൽ ഒരുപാട് ആളുകൾ, അത്രയും ആളുകളുണ്ടാവും കേട്ടോ. ഷോപ്പിലും പുറത്തൊക്കെ തിരക്കുന്ന ചത്തനം തിരക്കാൻ നമുക്ക് നിൽക്കാനോ തിരിയാനോ ഒട്ടും സ്ഥലം ഉണ്ടാവാത്തൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ടൈമിൽ ആ പ്രായത്തിലൊക്കെ ഏറ്റവും വലിയ ടെൻഷനൊക്കെ അതായിരുന്നു. നമുക്ക് ലാസ്റ്റിൽ പോയാൽ ഡ്രസ്സ് കിട്ടുമോ, നല്ല കളക്ഷൻ ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. കാരണം ഇന്നും ആളുകളെ ഇല്ല സത്യം പറഞ്ഞാൽ. പെരുന്നാളിന് വരെ ഡ്രസ്സ് എടുക്കാൻ വരുന്നവരുണ്ട്. ഇപ്പം നമ്മളായാലും ആദ്യത്തെ പോലെ നേരത്തെ എടുക്കണം എന്നുള്ളൊരു ടെൻഷനില്ല. പെരുന്നാളായാലും പോയിട്ട് എത്താൻ മതി എന്നുള്ളൊരു ഇതാണ്. പിന്നെ നല്ല കളക്ഷൻ ഉണ്ടാവുമോ ഇപ്പോൾ ഇല്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ആളുകൾ അധികം ഇല്ല. പുറത്തൊക്കെ നമുക്ക് വെള്ളയിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഡ്രസ്സ് നോക്കി നോക്കി ഇപ്പോൾ 3-4 ഷോപ്പ് കഴിഞ്ഞിട്ടോ. അപ്പം ഞാൻ നോക്കി ശരിക്കും മടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് ഏതെടുക്കാനുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല, എന്തെടുക്കുന്നത്. അപ്പം ലാസ്റ്റ് സിസ്റ്ററായിട്ടോ നോക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഡ്രസ്സ്. എനിക്ക് എന്താണെന്നറിയില്ല, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിനങ്ങോട്ട് പിടിക്കുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, ഡ്രസ്സ് ക്യാൻസൽ ചെയ്തു. നമുക്കതിനെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല എന്നല്ല, എനിക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐബോന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചന്തപ്പടിയിൽ നിന്ന് നേരെ നമ്മുടെ എല്ലാ കിഡ്സിലേക്ക് പോവാണ്ട്. അപ്പോൾ അന്ന് ഫോട്ടോഷൂട്ടിന് പോയ ടൈമിൽ ബേബിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എന്നോട് അതെടുത്താൽ മതിയെന്ന്.
അപ്പം നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അവൾക്ക് ഞാൻ ഒരു ഫ്രൂട്ടി വാങ്ങിച്ചിട്ട്, ആൾ ഫ്രൂട്ടീൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. എപ്പോഴും ഫ്രൂട്ടി വേണം അവൾക്ക്. അപ്പം നമ്മളങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു, 2-3 ഡ്രസ്സ് നോക്കി. ആ ഡ്രസ്സിന് വേണ്ടിയിട്ട് പോയത്. എന്നാലും പുതിയ ഇങ്ങനെ കളക്ഷൻ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഡ്രസ്സൊക്കെ വേറെ ഇത് നോക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടോ. നമ്മളങ്ങനെ തിരിച്ച് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നേരെ ചന്തപ്പടിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര അലമ്പാട്ടോ. ഞാൻ എടുക്കണം ഞാനാണെങ്കിലോ ചത്ത് എടുക്കുകയാണ് ഓൾറെഡി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആൾ കുറുമ്പ് കാണിക്കുകയാണ് കേട്ടോ. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയാണെങ്കിൽ തരുന്നുമില്ല. ലാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. നമ്മൾ തിരിച്ച് ചന്തപ്പടി എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആളുകൾ നമ്മൾ വന്ന ടൈമിൽ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ലായിരുന്നു, നേരത്തെ വന്ന ടൈമിൽ. ഇപ്പോൾ ആളുകൾ കൂടി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ നേരെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്ന പ്ലാനിൽ നമ്മളങ്ങനെ അവിടെ ഉള്ള നൂറിനായിട്ടുള്ളൊരു കോഫി ഷോപ്പിലേക്ക് പോവാം കേട്ടോ, ബേക്കറിയിലേക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമുക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറെ ടീമിൻ്റെ കൂടെ ആയിട്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ. ചന്തപ്പടിയിൽ വന്നാൽ നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു, വർക്ക് എടുക്കായിരുന്നു. ഇത്രയും സ്പേസസ് ഒന്നും ഉണ്ടായിരുന്നില്ല മുന്നേ. ഇപ്പോൾ കുറച്ചാണ് മുന്നെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്പേസൊക്കെ ആയി, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. അപ്പം അവർ കോഫിയാണ് ഓർഡർ ചെയ്തത്. ഉമ്മയും സിസ്റ്ററും കോഫിയായിരുന്നു, ഞാനൊരു അവിൽ മിൽക്കായിരുന്നു പറഞ്ഞത്. എനിക്ക് ഇബുവിന് പിന്നെ അത് മതിയല്ല. അപ്പോൾ ഇബു ഞാൻ അതാണ് കഴിച്ചത്. അപ്പോൾ ആൾക്ക് ആദ്യത്തെ ഐസ്ക്രീം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിയുന്നവരെ ആൾ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ആവശ്യമില്ല. അപ്പോൾ അതാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അതിനുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കഴിച്ചിട്ട്. അപ്പോൾ ആൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന പോലെ ആൾ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. എല്ലാം സംസാരിക്കാൻ നന്നായിട്ട്. ചില ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള ടൈമിലൊക്കെ ആയിരിക്കും പലതും പറയുക. ആൾ എല്ലാം സംസാരിക്കും. ഭയങ്കര ക്യൂട്ടായിട്ടാണ് സംസാരം കേൾക്കാൻ, ഭയങ്കര രസമായിട്ടാണല്ലേ. അപ്പോൾ ഇവിടെ ഷവർമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പാർസൽ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തത്തേക്ക് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടപ്പാളായതുകൊണ്ട് വേഗം ബസ്സൊക്കെ കിട്ടി നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ. പക്ഷേ ഡ്രസ്സ് മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും.